നീയൊരു പാവവും മരവാഴ ആയതുകൊണ്ടാ നിന്നെ ഞാനേ എന്റെ മരുമോളാക്കിയത്. ഇവിടെ നിന്റെ ശബ്ദം ഉയരരുത്, അതേ എനിക്ക് പറയാനുള്ളൂ. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ രാവിലെ എടാകൂടെ വല്ലതും ആണോ? അല്ല, യാമിനി ചെറിയമ്മയാ. ഹലോ രാജു, ഞാനാ. മനസ്സിലായി. രാജു, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എനിക്ക് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഞാൻ അതിന് പോവാ. രാജു, എന്താടാ, എന്തിനാ അവര് വിളിച്ചേ? എന്തോ കാര്യം പറയാനുണ്ടെന്ന്. അല്ല, എന്തിനാന്നൊന്നും ചോദിക്കായിരുന്നില്ലേ? എന്തിനാച്ചാ? എനിക്ക് വിഷമമുണ്ട്. പക്ഷെ എന്നെ വേണ്ടാത്തവരുടെ കാര്യങ്ങളിലൊക്കെ ഞാൻ എന്തിനാ ഇടപെടുന്നത്? ഞാൻ എന്റെ മനസ്സൊന്ന് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുക. മൈൻഡ് സെറ്റല്ലാതെ ഇന്റർവ്യൂവിന് പോയിട്ട് കാര്യമില്ല. ഇനി അവിടുത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ എനിക്ക് ഒട്ടും സമയമില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയെങ്കിലും ജീവിച്ചല്ലേ പറ്റൂ. ഞാൻ പോയിട്ട് വരാം. ശരി അമ്മ. രാജു, ഇവനിതെന്തു പറ്റി? മുഴുഭ്രാന്തിളകിയോ? ഏട്ടനെന്തു പറ്റി? രാജു ഇവിടുന്ന് പോയില്ലേ? അത് എന്റെ ഫയലിൽ എടുത്തില്ല. അപ്പോ അറിയാതെ ഞാൻ വിളിച്ചു പോയതാ. സോറി അച്ഛ, ഞാൻ ശ്രദ്ധിച്ചില്ല. അച്ഛൻ വെയിറ്റ് ചെയ്യ്, ഞാനിപ്പോ എടുത്തിട്ട് വരാം. ശേഖരൻ എവിടെയാ അമ്മി? റൂമിലുണ്ട് ഏട്ടാ. രാവിലെ എങ്ങോട്ടോ പോവാൻ വേണ്ടി റെഡിയാവുക. അച്ഛ, ഞാൻ വന്നോട്ടെ? അച്ഛ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അച്ഛന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ ഇനി മുതൽ അച്ഛൻ്റെ ഒപ്പം വന്നോട്ടെ? അതിനെന്താ, മോള് വന്നോളൂ. പ്രതാപ, അതെന്തിനാ നിന്റെ പുറകെ പാർട്ടി ഓഫീസിലൊക്കെ? പാർട്ടി ഓഫീസും അവിടുത്തെ കാര്യങ്ങളൊന്നും മോൾക്ക് അറിയാത്തല്ലോ ചേച്ചി. മോള് വാ. എന്താടി നിനക്കൊരു ചിരി? വിളറിയ നിങ്ങളുടെ മുഖം കാണാനേ നല്ല രസമുണ്ട്. എനിക്കേ വേറൊരു മുഖം കൂടിയുണ്ട്, അത് നിനക്ക് കാണണോടി? നിങ്ങൾക്കേ കുറേയേറെ മുഖങ്ങളുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പലതും ഞാൻ കാണുകയും ചെയ്തിട്ടുണ്ട്. പോരെ? ഇതെന്താ പള്ളിക്കൂടെ ഇങ്ങോട്ട് മാറ്റിയോ? എന്താ പിള്ളേരെ, മഴക്കാലത്ത് ആറ്റിൽ ഊത്ത മീൻ ഇറങ്ങിയതുപോലെ എല്ലാം കൂടി ഇങ്ങോട്ട്? പത്മാവതി ടീച്ചർ ഇപ്പൊ അവിടെ ഉണ്ടെന്ന് കേട്ടു. ഞങ്ങള് ഡാൻസ് പഠിക്കാൻ വന്നവരാ. ഇവിടെ പാട്ടും കൂത്തും ഡാൻസ് ഒന്നുമില്ല, പത്മാവതി ടീച്ചറും ഇല്ല. പോയേ എല്ലാരും. പത്മാവതി ടീച്ചർക്ക് പകരം നന്ദന ടീച്ചറുണ്ട്, മതിയോ?
എനിക്ക് ഡാൻസ് നല്ല ഒന്നാന്തരായിട്ട് അറിയാം. ഞാൻ ഭരതനാട്യം പഠിച്ചതാ. വേണമെങ്കിൽ ഞാൻ ഇവരെ എല്ലാരെയും കുച്ചിപ്പുടിയും മോഹിനിയാട്ടം പഠിപ്പിക്കാം. പിള്ളേരും ടീച്ചറും കൂടിയേ തുള്ളിച്ചാടി ഈ തറ പൊളിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ദേ നിങ്ങളൊന്ന് പോയേ പോ. അല്ലെങ്കിലും പത്മാവതി ടീച്ചറുടെ അടുത്തൊന്നും അല്ലാതെ ഞങ്ങൾ വേറെ അടുത്തൊന്നും ഡാൻസ് പഠിക്കില്ല. ഓ ഒരു കലാമണ്ഡലം പത്മാവതി. ഈ കലയെന്ന് കേട്ട അമ്മയ്ക്ക് ദേഷ്യാണല്ലേ? അല്ലെങ്കിലേ ഈ ആട്ടക്കാരികൾ ഒന്നിനെ എനിക്ക് കണ്ണെടുത്താ കണ്ടൂടാ. എന്താടി സ്വത്ത് മുഴുവൻ കയ്യിലേക്ക് വന്നപ്പോഴേ അഹങ്കാരമായോ? അയ്യോ അമ്മേ, ഞാനങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. അമ്മയാണ് സത്യം. ദേ ചിന്തിക്കരുത്. ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടി അങ്ങനെ ചെയ്തൂന്നേ ഉള്ളൂ. ഞാൻ സ്നേഹിച്ച സ്നേഹം കൊണ്ട് തുലാഭാരം നടത്തുന്ന അമ്മായിയമ്മയാ. പക്ഷേ വെറുത്താ തുലാഭാരം എന്തുകൊണ്ടാന്ന് അറിയാലോ. ബാക്കി ഞാൻ പറയണോ? നീയൊരു പാവവും മരവാഴ ആയതുകൊണ്ടാ നിന്നെ ഞാനേ എന്റെ മരുമോളാക്കിയത്. ഇവിടെ നിന്റെ ശബ്ദം ഉയരരുത്, അതേ എനിക്ക് പറയാനുള്ളൂ. എന്താ അമ്മേ പറയ പറയാടാ. എടാ ആ കാറി കേറിപ്പോയ പിതാവിനെയും പുത്രിയെ നീ കണ്ടോ? ആ കണ്ടു. വന്യപിതാവ് പ്രതാപവർമ്മയും മോള് ഋതികയും. എടാ പിതാവും പുത്രിയും അങ്ങനെ ഒരുമിക്കുന്നത് ശരിയാണോന്ന്? അതിനെന്താ അമ്മേന് ശരികേട്? അച്ഛനും മകളും ഒരുമിച്ച് പോട്ടെ. എന്നാലേ അത് വേണ്ട. അവരങ്ങനെ ഒരുമിക്കുന്നതേ നമുക്ക് പാരയാണെന്ന് ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. ഓ അങ്ങനെ. നമുക്ക് പാരയാണെങ്കിൽ ആ പാര വട്ടം ഓടിച്ച് കളയണം. അല്ലമ്മേ, ഈ വീടും പറമ്പൊക്കെ അവൾ എഴുതി തന്നില്ലേ? ഇനി അവളെങ്ങ് വിട്ടൂടെ? അയ്യോ അങ്ങനെ വിട്ടുകളയാനേ വലിയ മനസ്സൊന്നും എനിക്കില്ല. ആ അത് ഞാനും ഓർത്തില്ല. അവരങ്ങനെ ഒരുമിക്കാനും അധിക നാളിങ്ങനെ യാത്ര നടത്താനും പാടില്ല. മുളയിലെ ഇതൊക്കെ നുള്ളണം. മനസ്സിലായോ? ഇപ്പൊ എനിക്ക് മനസ്സിലായി. അവക്ക് മാപ്പ് കൊടുക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവള് ഈ ജന്മത്ത് നമ്മളെ ജയിക്കാൻ പാടില്ല. എടാ അവൾ ഇത്രയും കാലം നമ്മളെ ജയിച്ചതേ ആ രാജു എന്ന ബുദ്ധിമാൻ അവനവളുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാ. അവളുടെ തോൽവി തുടങ്ങിയതും സ്വത്തെന്റെ കൈക്കലായതും രാജു എന്ന രക്ഷാകവച ഇല്ലാതായതുകൊണ്ടാ. ഭർത്താവില്ലാതായ അവൾക്കേ അച്ഛന്റെ സപ്പോർട്ടും വേണ്ട. ആ തന്തയും മോളെയും തമ്മിൽ എങ്ങനെയെങ്കിലും തെറ്റിച്ചേ പറ്റൂ.